മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളുടെ പ്രചാരണത്തിൽ കണ്ണൂരിൽ ജനപ്രതിനിധിയും ഇരയായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചിത്രങ്ങളും മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. വായത്തൂർ സ്വദേശി അഭയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടും പ്രതി ഇപ്പോഴും മോർഫിംഗ് നടത്തുന്നുവെന്നാണ് ആരോപണം. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഇതിൽ ഇരയാകുന്നവർ എല്ലാ വിഭാഗക്കാരും ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണ് റോഷ്നി. ആർക്കും ഇത്തരം ചെയ്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കണ്ണൂരിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇത്തരം ചെയ്തികളുടെ ഇരയായിരിക്കുന്നു. അവിടെ ഒരു പ്രദേശത്തെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ ചിത്രങ്ങളാണ് ഈ രീതിയിൽ അശ്ലീലമായി മോർഫ് ചെയ്ത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിച്ചത്. അതിൽ ചിലർ പേരാവൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണം ചെന്നെത്തിയത് വയത്തൂർ സ്വദേശിയായ അഭയിലാണ്. ഇയാളെ വയനാട്ടിൽ വെച്ച് പോലീസ് പിടികൂടുകയും ചെയ്തു. ഇയാളെ പിടികൂടിയപ്പോഴാണ് ഇതിന് പുറകിലുള്ള കുറച്ച് വസ്തുതകൾ കൂടി പോലീസിന് മനസ്സിലാക്കാനായി കഴിഞ്ഞത്. ഇയാളുടെ കൈവശം മോർഫ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഇയാൾ മൊബൈലിൽ വെച്ച് തന്നെയാണ് ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നതും. തുടർന്ന് ഇയാളുടെ കൈവശം 2 സമൂഹ മാധ്യമ അക്കൗണ്ടുകളുണ്ട്. ഈ 2 അക്കൗണ്ടുകൾ വഴിയും ഇയാൾ ഇവ പ്രചരിപ്പിക്കുകയാണ്, ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ്. പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. പക്ഷെ അപ്പോഴും പരാതിക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇയാൾ ഈ പുറത്തിറങ്ങിയതിന് ശേഷവും ഇത്തരം ചെയ്തികൾ തുടർന്നു എന്നുള്ളതാണ്. വീണ്ടും മോർഫിംഗ് നടത്തുന്നു. ഈ പ്രദേശത്തുള്ളവരുടെ ചിത്രങ്ങളൊക്കെ അശ്ലീലമായി നിർമ്മിച്ച് പല സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല ഇയാൾക്ക് പുറകിൽ കുറച്ചുപേർ കൂടിയുണ്ട്. ഒറ്റയ്ക്കല്ല അഭയ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇയാളുടെ ഒപ്പമുള്ളവരെ കൂടി പിടികൂടണം എന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും പരാതിക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനൊരു തുടർ നടപടി ഉണ്ടാക്കാൻ പോലീസ് ഇടപെടണം എന്നുള്ളതാണ് പ്രധാന നടപടികളാണ് ഈ കേസുകളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.